ചങ്കോളെ അപ്പോൾ എല്ലാവർക്കും ഉണ്ണി വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ ഒറ്റപ്പാലം ആനങ്ങലടി വരയുടെ അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മഴയുടേതായിട്ട് നമ്മൾ ചെറിയ ട്രാവലിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്തായാലും ഞാൻ നമ്മുടെ ആനങ്ങലടി വരയുടെ അവിടെയാണ്. എന്തായാലും അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇന്ന് നല്ല രസമായിരുന്നു. ഞാൻ ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി അത് കണ്ടില്ലേ, നല്ല മഴയുടെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും മഴ പെയ്തില്ല, ചെറുതായിട്ടൊന്ന് ചാറി. പക്ഷെ ഞാൻ എത്താൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ദൂരങ്ങളൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നാലും ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കയറി, അപ്പോൾ തന്നെ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് ഇറങ്ങാനും പറഞ്ഞു. ഞാൻ ഒന്നാമത് ലേറ്റായിട്ടാണ് പോയത്. ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് കയറുക എന്ന് തന്നെ പറഞ്ഞാൽ ഞാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. മുകളിലേക്ക് നമ്മൾ ചാടി പിടിച്ചിട്ടാണ് നമ്മൾ കയറേണ്ടത്. എന്തായാലും ഞാനിത് അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അറിയാലോ, ആനങ്ങലടിമല എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം നമ്മുടെ കോതകുറിശ്ശി ഭാഗത്താണ്. എന്തായാലും നല്ലൊരു മനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ. ആ പാറയുടെ മുകളിലേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലീസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ചെല്ലുക, കാണുക. കുട്ടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് കളിക്കാറുള്ള ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പാർക്ക് എന്നൊന്നും പറയുന്നത്, എന്നാലും കുട്ടികൾക്കായുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു നല്ല രസം തന്നെയാണ് ഈ മലയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ. നമ്മുടെ ഒറ്റപ്പാലും ചെർപ്പളശ്ശേരി ഇതൊക്കെ ഒന്ന് കാണാൻ എന്ത് രസമാണ്. കാരണം വെച്ചാൽ കാണാൻ പറഞ്ഞാൽ അങ്ങനെ ബാക്ക് സൈഡൊന്നും കാണാമെന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്തായാലും കേട്ടോ. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ അധികം എടുക്കാറില്ല അപ്പോൾ നമ്മൾ അധികം ഷോർട്ട് വീഡിയോയിലേക്കാണ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഷോർട്ട് വീഡിയോ അല്ല, ലോങ് വീഡിയോയിലേക്ക് തന്നെ നടന്നു. അപ്പോൾ നമ്മൾ ആ പാറയുടെ മുകളിൽ നിന്നുള്ളൊരു ചെറിയൊരു വ്യൂ ആണ് കാണിക്കുന്നത്. എത്രമാത്രം നമുക്ക് ഇഷ്ടപ്പെടും നമുക്ക് പറയാൻ. അത്രയും നമുക്ക് മെല്ലെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് മുകളിൽ കയറി കണ്ടോ എന്ത് രസമായിട്ട് നമുക്ക് അവിടെ കുട്ടികളൊക്കെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും അവർക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് അതേമാതിരി അവിടെ നിന്ന് കുറച്ച് കാറ്റ് കൊള്ളാം, വർത്തമാനം പറയാം. അമ്മമ്മമാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വർത്തമാനം പറയാം, ചായ കുടിക്കാം, എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രസമാണ് അവിടെ ഭാഗങ്ങൾ. എങ്ങനെയായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. എന്തായാലും ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട് അവിടെ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ പറ്റിയൊരു സമയം എന്നായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വർക്ക് പരമായിട്ടും പിന്നെ അവിടെ പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു സ്ഥലം. എന്തൊക്കെയാണ് നമ്മുടെ ഒറ്റപ്പാലം അടിപൊളി, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. തണുപ്പൊക്കെ ചെറുതായിട്ട് തണുപ്പുണ്ട്, പക്ഷെ നല്ല രസം കിട്ടും ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു വീഡിയോസ് ഓ, എന്തായാലും മുകളിൽ ചെന്നപ്പോൾ ഒരു വ്യൂസ് കിട്ടും, നല്ല അടിപൊളി ആംബിയൻസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ആ ഒരു ചെറിയൊരു കാറ്റുണ്ട്, അതുപോലെ തന്നെ ആ കുട്ടികളുടെ സൗണ്ടും അതൊക്കെ നമ്മളവിടെ നിന്ന് വളരെ എൻജോയ് ചെയ്തു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അവരെന്നെ പറയുന്നുണ്ട്, ചേട്ടൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വ്ളോഗോ കാര്യങ്ങളൊന്നും ഇതായിട്ട് എടുക്കണമെന്നല്ല, നോർമലി ആയിട്ട് ചെറിയൊരു വീഡിയോസ് എടുക്കുന്നത്. കുട്ടികൾ ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ അവിടെ നമുക്ക് നിൽക്കുമ്പോൾ അറിയാമല്ലോ, വല്ലാത്തൊരു ആംബിയൻസ് തന്നെ ആയിരുന്നു അവിടെ ആ ഭാഗത്ത്. അങ്ങനെ നമ്മൾ അങ്ങനെ നല്ല മുകളിൽ കേട്ടോ. എന്താ പറയുക, കുറച്ച് ലേറ്റായി വന്നപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടൊന്ന് കാണാൻ ബാക്കിലൊക്കെ മഴ കൂടി എനിക്ക് സൂപ്പറാണ്. എന്തായാലും ഞങ്ങൾക്ക് ലേറ്റായി വന്നപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വീട്ടിലേക്ക് നടക്കുന്ന വന്ന് ജസ്റ്റ് കാണാൻ. നമ്മുടെ ഒറ്റപ്പാലം കേട്ടോ കാണുന്നതൊക്കെ. പല പറഞ്ഞ ചെറുപ്പശ്ശേരി ആ ഭാഗങ്ങളാണ് ഇത് കാണുന്നത്. എന്തായാലും അതിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോഴാണ് നല്ല ഫീലായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്, നല്ല അങ്ങോട്ട് മുകളിലേക്ക് കയറാറില്ല. ഒരു വട്ടം ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ബ്ലോഗ് പരിപാടിയായിട്ട് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ ശരിക്കും മുകളിലേക്ക് എത്തിയത്. ഒറ്റയ്ക്ക് കേട്ടോ. അന്ന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഒറ്റയ്ക്കാണ് നമ്മൾ പോയത്. പെട്ടെന്നൊരു ചാടി പിടിച്ചുള്ളൊരു പോക്കായിരുന്നു. വൈകുന്നേരം നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പോയാലോ എന്നൊരു പ്ലാൻ തോന്നുന്നത്. അപ്പം തന്നെ ഞാൻ ചാടി ഇറങ്ങി നേരെ നമ്മുടെ കോതകുറിശ്ശി വഴി നേരെ കയറി അങ്ങനെ പോയി. എല്ലാ സ്ഥലങ്ങളിലൂടെ കയറിയിട്ടാണ് അവിടെ എത്തിയത്. നല്ല നല്ല വീഡിയോസ് എടുക്കാനും പറ്റി. എന്തായാലും ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടാണ്. കുറച്ചുകൂടി മാറി കഴിഞ്ഞ് വയ്യാണ്ട് എന്തായാലും കുറച്ച് ലേറ്റായി എത്തിയപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് വരെ എത്തണമല്ലോ. എങ്ങനെയായാലും നടന്നിട്ട് അങ്ങനെ നമ്മൾ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ ഇനി കുറച്ചുണ്ട്. പക്ഷേ നമുക്കൊരു പരിധിയില്ലല്ലോ പോകാനുള്ള. ഫോറസ്റ്റുകാർ പറയണതിൻ്റെ ആ ലാസ്റ്റ് എത്തി ഞാൻ.
ഹു, ഹു, ഹു. എന്തായാലും ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അത് വല്ലാത്ത സുഖം തന്നെ കേട്ടോ. ഞാൻ കുറേ നേരമൊക്കെ നല്ല എൻജോയ് ചെയ്തു. ഞാൻ ഇതിൻ്റെ ഏറ്റവും എൻഡ് വരെ പോയി. അവിടെ ഫോറസ്റ്റുകാരുടെ ഒരു ഇത് അവർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ കിടക്കാൻ പാടില്ല എന്നൊക്കെ. ഞാൻ അതുവരെ എത്തി. എന്തായാലും അവിടെ നിന്ന് പോകാൻ പറ്റില്ല. എന്തായാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു. എന്തായാലും ഇന്നത്തെ വൈകുന്നേരം എനിക്ക് വളരെ ഒരു എൻജോയ്മെൻ്റ് തന്നെ ആയിരുന്നു. നല്ലൊരു സന്തോഷത്തോട് കൂടിയിട്ട് എന്താ പറയുക, നമ്മൾ പാറകളും അതേമാതിരി കോതകുരിശിയുടെ ഭംഗിയും അവിടുത്തെ ഒരു ചായ കുടിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. എന്നാലും പോട്ടെ. എന്തായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഇന്ന് ഞാനവിടെ പോയത്. എന്ന് വെച്ചാൽ നല്ലൊരു മഴയുടെ ഒരു ക്ലൈമറ്റ് മാതിരി ഉണ്ടായിരുന്നു. നല്ല തണുപ്പായ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അവിടെ. ഇപ്പോൾ നമ്മൾ മെല്ലെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും ഒരുപാട് മുകളിലേക്ക് കയറി. ബുദ്ധിമുട്ടുണ്ട്. നല്ല കയറ്റമാണ്. ചെറിയ ചെറിയ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.